കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് സങ്കീർത്തനം 97 എന്ന ദൈവവചന ഭാഗം ദൈവ തിരുസന്നിധിയിൽ തുറക്കപ്പെട്ടു. ആ സങ്കീർത്തനം 97 ഞാൻ വായിക്കുന്ന സമയത്ത് അത്യപൂർവമായ ഒരു ദൈവ സാന്നിധ്യവും പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്ന ഒരു അഭിഷേകത്തെയും എനിക്ക് ഫീൽ ചെയ്യാൻ ഇടയായി. പിന്നീട് ജൂൺ മാസം 7-ാം തീയതി വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഈ സങ്കീർത്തനം 97 വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നൊരു ഇൻസ്പിരേഷൻ എനിക്ക് നൽകാനിടയായി. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയത്തെ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാകാം. പക്ഷേ അതിന് നിങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ സമയത്ത് ആ പ്രാർത്ഥനാ വിഷയത്തെ ദൈവ തിരുസന്നിധിയിൽ നിങ്ങൾ സമർപ്പിക്കണം. ഞാനിപ്പോൾ സങ്കീർത്തനം 97 ഓരോ വചനങ്ങളും ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ഈ ഓരോ വചനങ്ങളും ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ മറുപടിയായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്ന് പറയുന്നത്, പ്രപഞ്ചനാഥനായ യേശു കർത്താവേ, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നീതി നടപ്പാക്കി നൽകണമേ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ ഓരോ വചനങ്ങളും വായിച്ചതിന് ശേഷം മറുപടിയായി നിങ്ങൾ പറയേണ്ടത്, പ്രപഞ്ചനാഥനായ യേശു കർത്താവേ, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നീതി നടപ്പാക്കി നൽകണമേ എന്നാണ് നിങ്ങൾ മറുപടിയായി പറയേണ്ടത്. അതിനുശേഷം ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഒരു 2 മിനിറ്റ് നേരം ഞാൻ ഒരു പാട്ട് പാടി യേശു കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ആ സമയത്തെല്ലാം ഇതുപോലെ, പ്രപഞ്ചനാഥനായ യേശു കർത്താവെ, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നീതി നടപ്പാക്കി നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയറായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ ഒരുമിച്ച് ഒരു വാക്യം കൂടെ പറഞ്ഞാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. എൻ്റെ പ്രാർത്ഥന ശ്രവിച്ച് അതിനുത്തരം അരുളുന്ന യേശു കർത്താവെ, അങ്ങേക്ക് സ്തുതി. അപ്പം സങ്കീർത്തനം 97 ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് എ സോങ് ഓഫ് പ്രൈസ് ടു ദ സോവറിൻ ലോർഡ് എന്നാണ്. സകലത്തിൻ്റെയും ഉടമസ്ഥനായ ദൈവത്തിന് സമർപ്പിക്കുന്ന സ്തുതിയുടെ പാട്ട്, ആരാധന എന്നാണ് ശരിക്കും അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഓരോ വചനഭാഗങ്ങൾ ഇപ്പോൾ വായിക്കാൻ പോവാണ്. മറുപടിയായി നിങ്ങൾ ആ പ്രാർത്ഥന ചെല്ലുമല്ലോ. കർത്താവ് വാഴുന്നു, ഭൂമി സന്തോഷിക്കട്ടെ, ദീപസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ. പ്രപഞ്ചനാഥനായ യേശു കർത്താവെ, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നീതി നടപ്പാക്കി നൽകണമേ. മേഘങ്ങളും കൂരിരുട്ടും അവിടുത്തെ ചുറ്റുമുണ്ട്, നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ്. പ്രപഞ്ചനാഥനായ യേശു കർത്താവെ, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നീതി നടപ്പാക്കി നൽകണമേ. അഗ്നി അവിടുത്തെ മുൻപേ നീങ്ങുന്നു, അത് അവിടുത്തെ വൈരികളെ ദഹിപ്പിക്കുന്നു. പ്രപഞ്ചനാഥനായ യേശു കർത്താവെ, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നീതി നടപ്പാക്കി നൽകണമേ. അവിടുത്തെ മിന്നൽ പിണരുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു, ഭൂമി അത് കണ്ട് വിറകൊള്ളുന്നു. പ്രപഞ്ചനാഥനായ യേശു കർത്താവെ, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നീതി നടപ്പാക്കി നൽകണമേ. കർത്താവിൻ്റെ മുൻപിൽ ഭൂമി മുഴുവൻ്റെയും അധിപനായ കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. പ്രപഞ്ചനാഥനായ യേശു കർത്താവെ, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നീതി നടപ്പാക്കി നൽകണമേ. ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു, എല്ലാ ജനതകളും അവിടുത്തെ മഹത്വത്തെ ദർശിക്കുന്നു. പ്രപഞ്ചനാഥനായ യേശു കർത്താവെ, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നീതി നടപ്പാക്കി നൽകണമേ. വ്യർത്ഥ ബിംബങ്ങളിൽ അഭിമാനം കൊള്ളുന്ന വിഗ്രഹാരാധകർ ലജ്ജിതരായിത്തീരുന്നു, എല്ലാ ദേവന്മാരും അവിടുത്തെ മുൻപിൽ കുമ്പിടുന്നു. പ്രപഞ്ചനാഥനായ യേശു കർത്താവെ, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നീതി നടപ്പാക്കി നൽകണമേ. സിയോൻ ഇത് കേട്ട് സന്തോഷിക്കുന്നു, യൂദായുടെ പുത്രിമാർ ആഹ്ലാദിക്കുന്നു. ദൈവമേ, അവിടുത്തെ ന്യായവിധിയിൽ അവർ ആനന്ദിക്കുന്നു. പ്രപഞ്ചനാഥനായ യേശു കർത്താവെ, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നീതി നടപ്പാക്കി നൽകണമേ. കർത്താവെ, അങ്ങ് ഭൂമി മുഴുവൻ്റെയും അധിപനാണ്, എല്ലാ ദേവന്മാരെയും കാൾ ഉന്നതനാണ്. പ്രപഞ്ചനാഥനായ യേശു കർത്താവെ, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നീതി നടപ്പാക്കി നൽകണമേ. തിന്മയെ ദ്വേഷിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു, അവിടുന്ന് തൻ്റെ ഭക്തരുടെ ജീവനെ പരിപാലിക്കുന്നു. ദുഷ്ടരുടെ കെണിയിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു. പ്രപഞ്ചനാഥനായ യേശു കർത്താവെ, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നീതി നടപ്പാക്കി നൽകണമേ. നീതിമാന്മാരുടെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു, പരമാർത്ഥ ഹൃദയർക്ക് സന്തോഷം ഉദിച്ചിരിക്കുന്നു. പ്രപഞ്ചനാഥനായ യേശു കർത്താവെ, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നീതി നടപ്പാക്കി നൽകണമേ. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, അവിടുത്തെ വിശുദ്ധ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. പ്രപഞ്ചനാഥനായ യേശു കർത്താവെ, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നീതി നടപ്പാക്കി നൽകണമേ. ഞാൻ ഈ പാട്ട് പാടി കർത്താവിനെ ആരാധിക്കുമ്പോഴെല്ലാം നിങ്ങൾ പ്രപഞ്ചനാഥനായ യേശു കർത്താവെ, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നീതി നടപ്പാക്കി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ആരാധ്യനേ,
സ്തുതിക്കു യോഗ്യനേ, ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ, സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ഓ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. ഓ ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. ഓ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ഓ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. യേശുവേ ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. ഓ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ഓ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഓ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഓ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സ്വർഗീയ നല്ല പിതാവേ, യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ വർഷങ്ങൾ പഴക്കമുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ അങ്ങയുടെ ജനം ഇപ്പോൾ സബ്മിറ്റ് ചെയ്തല്ലോ. ആ വിഷയങ്ങൾക്കകത്ത് കർത്താവെ, അങ്ങ് കൽപ്പിച്ച പ്രകാരം അവർ ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടികൾ ലഭിക്കട്ടെ. രോഗവിഷയങ്ങളാകാം, വിടുതലിൻ്റെ മേഖലകളാകാം, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളാകാം, സാമ്പത്തിക കടബാധ്യതകളാകാം. നസ്രന യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ഈ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ദൈവദൂതന്മാർ മുഖേന യേശുക്രിസ്തുവിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ സമർപ്പിക്കുമ്പോൾ അതിനെല്ലാം യേശുവിൻ നാമത്തിൽ ഈ ദിവസങ്ങളിൽ തന്നെ മറുപടികൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനകളെല്ലാം യേശുവിൻ്റെ രക്തത്തിൽ പൊതിഞ്ഞ് കർത്താവിൻ്റെ ആണിപ്പഴുതുള്ള കാൽപാദത്തിങ്കൽ ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവിൻ്റെ കരം കടന്നു വന്ന് ആ വിഷയങ്ങൾക്കകത്തൊക്കെ ബ്രേക്ക് ത്രൂകൾ ലഭിക്കുവാൻ, സൗഖ്യങ്ങളെ ലഭിക്കുവാൻ, വിടുതലുകളെ നൽകുവാൻ കൃപയുണ്ടാകണമേ എന്ന് യേശുവിൻ നാമത്തിൽ ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുന്ന അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ശ്രവിച്ച് അതിന് ഉത്തരമരുളുന്ന യേശു കർത്താവെ, അങ്ങേക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, അടുത്ത ഒരു 30 ദിവസം
ഈ വീഡിയോ നിങ്ങൾ ഓൺ ചെയ്ത് ഈ വീഡിയോയിലൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ 30 ദിവസത്തിന് ശേഷം ഒരുമിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവിൻ്റെ ഒരു കരം നിങ്ങളുടെ ആ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേൽ വന്ന് അതിൻ്റെ ഒരു ടെസ്റ്റിമണി നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വന്ന് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ ആ ടെസ്റ്റിമണികൾ കമൻറ്റ് ചെയ്യണമേ എന്നും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വേഗം ഈ വർഷത്തെ ഫിസിക്കൽ മീറ്റിങ്ങുകളെക്കുറിച്ച് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷത്തെ ഫിസിക്കൽ മീറ്റിങ്ങിൻ്റെ പേര് റീബിൽഡ് ആൻഡ് റൈസ് കോൺഫറൻസ് എന്നാണ്. 2 ദിവസത്തെ 6 സെഷനുകളായിട്ടുള്ള ഡെലിവറൻസ് ശുശ്രൂഷകളാണ് നമ്മൾ ചെയ്യുന്നത്. കേരളത്തിലെ മീറ്റിങ്ങുകൾ തിരുവല്ല, ട്രിവാൻഡ്രം, ചാലക്കുടി ആ പ്രദേശങ്ങളിലാണ്. മറ്റ് മീറ്റിങ്ങുകൾ ഓസ്ട്രേലിയ, അയർലൻഡ്, ലണ്ടൻ, ലാറ്റ്വിയ, ഫിലാഡൽഫിയ, ഷിക്കാഗോ, ഹ്യൂസ്റ്റൺ, ദുബായ്, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്. പല വിഷയങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. പാരമ്പര്യ ശാപങ്ങളിൽ നിന്നുള്ള വിടുതൽ ശുശ്രൂഷ, സാമ്പത്തിക ശാപങ്ങളിൽ നിന്നുള്ള വിടുതൽ ശുശ്രൂഷ, മന്ത്രവാദം, ആഭിചാരം തുടങ്ങിയുള്ള മോചനം, ആന്തരിക സൗഖ്യ ശുശ്രൂഷ, പൈശാചിക സ്വപ്നങ്ങളിൽ നിന്നുള്ള വിടുതൽ, ഓയിൽ അഭിഷേക പ്രാർത്ഥന, അതിനൊപ്പം സർപ്പശക്തി എന്നുള്ള വിടുതൽ. അങ്ങനെ വ്യത്യസ്ത ഡെലിവറൻസ് റിലേറ്റഡ് മേഖലകളാണ് ഈ കോൺഫറൻസിൽ നമ്മൾ കവർ ചെയ്യുന്നത്. രജിസ്ട്രേഷൻ ലിങ്കുകൾ നിങ്ങളിപ്പോൾ വാച്ച് ചെയ്യുന്ന ഫേസ്ബുക്കിൻ്റെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എൻക്വയറികൾക്ക് വേണ്ടി മിനിസ്റ്ററുടെ അഡ്മിനിസ്ട്രേറ്ററെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ബുധനാഴ്ചകളിലും മലയാളത്തിൽ നമുക്ക് ലൈവ് ശുശ്രൂഷകളുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും ഇംഗ്ലീഷിലും നമുക്ക് യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ ശുശ്രൂഷകളുണ്ട്. മിനിസ്റ്ററുടെ വെബ്സൈറ്റ് www.nmgglobal.org. രജിസ്ട്രേഷൻ ലിങ്കുകൾ അവിടെയും അവൈലബിൾ ആണ്. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് താഴ്മയോടെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.